ഇന്ത്യൻ 2 വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കമൽഹാസൻ്റെ സേനാപതി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അതൊരു ഗംഭീര സംഭവമായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 96 മറ്റോ ആണ് ഫസ്റ്റ് പാർട്ട് റിലീസാവുന്നത്. അതിൻ്റെ ഒരു ബേസ് കഥ എന്താണെന്നുള്ളത് സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കണ്ടിട്ട് ആ കഥ ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 15 മിനിറ്റ് കൊണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ആ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ കാത്തിരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 96 ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് സേനാപതിക്ക് 70+ ഏജാണ് അവർ ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2024 വരുമ്പോൾ പുള്ളി എന്തായാലും സെഞ്ച്വറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രായം എങ്ങനെയായിരിക്കും, രൂപം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. ലഞ്ചം 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 അയ്യോ എന്താണ് കുങ്ഫു മാസ്റ്റർ. പ്രത്യേകിച്ച് ഒന്നും തന്നെ പുതിയതായി കാണാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ളൊരു ട്രെയിലറിൽ ഏറ്റവും അവസാനം പൂച്ച കരയുന്ന പോലത്തെ ഒരു എക്സ്പ്രഷൻ കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ഗ്രാൻഡ് ആയിട്ടുണ്ട്. ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ ഗംഭീരമായിട്ടുള്ള സിനിമകളുണ്ട്, വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളുണ്ട്. കൂടുതലും വിജയമായിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവാത്ത കുറേ സിനിമകളും പുള്ളിയുടേതായിട്ടുണ്ട്. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ഞാൻ റീവാച്ച് ചെയ്ത സമയത്ത്, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കഥയിലെ ഫാക്റ്റുകൾ കറക്റ്റായിട്ട് പറയണമല്ലോ. അപ്പോൾ അങ്ങനെ റീവാച്ച് ചെയ്ത സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ F1 കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, F1 മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള കൊച്ചു കാർ, ലോക്കൽ കാർ, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴെ അത് ഓൾറെഡി ഈ റോഡിനോട് ചേർന്നാണ് ആ കാർ പോകുന്നതെന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ കമൽഹാസൻ ഓടി വന്നിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുന്ന പുള്ളിയുടെ മുകളിൽ കൂടി ഈ കാർ പോകുന്നു. എൻ്റെ കൈതട്ടി തൊപ്പി പോയതുപോലെ പോലും അനങ്ങാതെ കമൽഹാസൻ ആ കാറിൻ്റെ അടിയിൽ കിടക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ആ സ്റ്റോറിക്കകത്ത് സിനിമയുടെ ദൈർഘ്യം കൂട്ടാൻ 3 മണിക്കൂറുണ്ട് ആ സിനിമ. അതിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോലും നായികമാരെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ആ സിനിമയിൽ ദാറ്റ്സ് ടോട്ടലി അൺവാണ്ടഡ്. അവർ രണ്ടുപേരും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നെങ്കിലും ആ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു തേങ്ങയും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അതിൽ കുറച്ച് കോമഡി കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കുറേ സീക്വൻസുകൾ, ഇത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതായത് ആവർത്തിച്ച് വരുന്ന കുറച്ച് എലമെൻറ്റുകളാണ് ഞാൻ പറയുന്നത്. ചില കോൺസെപ്റ്റുകളുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഞാൻ ഇപ്പോൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സേനാപതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ സിനിമയിലെ ഒരുപാട് അവതരണങ്ങൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട്. ഈ സിനിമയുടെ ട്രെയിലർ ഇപ്പം ഞാൻ കാണുമ്പോഴും അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കാണുന്നു എന്നുള്ളത് പോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആംഗ്രി യങ് ഒരു ക്രൗഡ് ഉണ്ടാകുന്നു, അവരെ ഈ ഭരണകൂടം അടിച്ചമർത്തുന്നു. അപ്പോൾ നമുക്ക് പണ്ടൊരു മുത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ ഇങ്ങനെ വരുന്നു, പുള്ളിയുടെ കുറേ എക്സ്പ്രഷൻ കാണിക്കുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇവർ ഈ വെള്ള കളറും ഇത് എന്തോ വന്നത് ഭാരതമാതാവ് അല്ല മറ്റേ ദേശീയ പതാകയുടെ തൊപ്പിയും ഈ മുടിയൊക്കെ ആയിട്ട് ഭയങ്കര, കാരണം സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി ഇതേപോലത്തെ ഈ നാടകങ്ങളിലേക്കൊന്നും നിൽക്കാത്ത ഒരാളാണ്. മറ്റേ ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിക്കുന്നത്. പുള്ളി അതൊന്നും ആയിരുന്നില്ല എന്നുള്ളത് ആ സിനിമയിൽ ഫസ്റ്റ് പാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ സിനിമയിൽ കാണിച്ചതിനും അപ്പുറം പ്രേക്ഷകൻ റീഡ് ചെയ്ത് ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിലെ സേനാപതി എന്ന് പറയുന്ന കഥാപാത്രത്തിനെ 1 വട്ടമോ 2 വട്ടമോ സിനിമയിൽ കണ്ടിട്ടുള്ള ആൾ കുറേ നാളുകൾക്ക് ഇപ്പുറം ഈ സിനിമയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അന്നുണ്ടല്ലോ, അന്ന് വലുതായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന സേനാപതി എന്ന് പറയുന്ന ഫീല് ചിലപ്പോൾ അന്ന് ഉണ്ടായെന്ന് വരില്ല. ഇത് ഗ്രാജുവലി ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ആ റെസ്പെക്റ്റ് പ്രേക്ഷകരുടെയൊക്കെ ഉള്ളിലുണ്ട്. ആൻഡ് സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ അന്ന് ആ സിനിമ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ വലുതായിട്ടാണ് പ്രേക്ഷകൻ്റെ ഉള്ളിലിരിക്കുന്നത്. ആ ഒരു തോന്നലോടുകൂടി അത്തരത്തിലൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാനിത് ഈ ട്രെയിലർ കണ്ടു നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിംഗ് എലമെൻറ്റോ എന്തെങ്കിലും ഒരു സാധനമോ ട്രെയിലറിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഓഫ് കോഴ്സ് പുള്ളിയുടെ മേക്കപ്പും വിഗും ഒന്നും എനിക്ക് സാറ്റിസ്ഫൈയിങ് ആയിരുന്നില്ല. ചിലപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ മാറുമായിരിക്കും. പക്ഷേ ഇതിൽ വളരെ ക്ലോസപ്പാണ് നമ്മൾ കണ്ടത്. ഞാൻ ഈ കണ്ടത് 4K ക്വാളിറ്റിയിലാണ്. ഒരു മാക്ബുക്കിൻ്റെ സ്ക്രീനാണ്. സ്ക്രീനിൽ കണ്ടിട്ട് മനസ്സിലാവാതെ തന്നെ നമുക്ക് സിസ്റ്റത്തിനെ പറയാം. പക്ഷേ ഡീറ്റെയിലിങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര ഓവറാക്കൽ ഫീൽ ചെയ്തു. മാത്രമല്ല പുള്ളിക്ക് ഈ ഏജ് പോരാ. മിനിമം ഒരു 100 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ മേക്കപ്പ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം എന്തോ മരുന്നൊക്കെ കഴിച്ച് എന്തോ കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് കവിള് നേരെയാക്കിയിട്ട് വന്ന പോലെയുണ്ട്. അതെനിക്കൊട്ട് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സേനാപതി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ഒരിക്കലും അത് ചെയ്യുകയില്ല. മൊത്തത്തിൽ ട്രെയിലർ എനിക്ക് ഫുൾ തീയും പുകയായിരുന്നു. ടിപ്പിക്കൽ ശങ്കർ തീയും പുകയെല്ലാം നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. പക്ഷേ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഭയങ്കരമായ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രെയിലറിൽ എനിക്കത് കിട്ടിയിട്ടില്ല. സിനിമയിൽ അത് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായും ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു യങ് ആയിട്ടുള്ളൊരു കൂട്ടം, അവർക്കൊരു ഹീറോയുടെ ആവശ്യം വരുന്നു. ഇനിയിപ്പോൾ അവർ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞവരാണെങ്കിൽ അപ്പം പിന്നെ വലിയ കുഴപ്പമില്ല. കാര്യം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ, കുറച്ച് ഫ്ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അങ്ങനെ ആ യൂത്തായിട്ടുള്ള ആളുകൾ ആ ക്യാരക്ടറിനെ തിരിച്ചു കൊണ്ടുവരുവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലപ്പം പടം വരുമ്പോൾ ശരിയാവുമായിരിക്കും. ഇപ്പം പ്രതീക്ഷ ഒന്ന് കുറച്ച് പിടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അവർ ട്രെയിലർ ഇങ്ങനെ ഇറക്കിയതാണോ എന്നറിയില്ല. എനിവേ, ഇതിനകത്ത് കമൽ സാറിൻ്റെ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്കൊരു മേക്കപ്പിൻ്റെ കഥ കുറച്ച് വിശദമായിട്ട് പറയാൻ തോന്നുന്നു. അതായത് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസായ സമയത്ത് അതിൻ്റെ മേക്കപ്പ് ഗംഭീരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ്റെ പാർട്ട്ണർ എന്നോട് ചോദിച്ചു, ചേട്ടൻ ഈ വർഷങ്ങൾക്ക് ശേഷം ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു? ഒരു ട്രോളിലൊക്കെ ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ റിവ്യൂ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ആ റിവ്യൂ കണ്ടിട്ട് അതൊരു പോസിറ്റീവ് റിവ്യൂ ആണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സ്റ്റഫൊക്കെ ഉള്ള ആവറേജ് പടം അല്ലെങ്കിൽ ഓക്കേഷ് പടമോ അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞേക്കുന്നത്. ഉണ്ണി വ്ളോഗ്സ് നടിക്കുമ്പോഴേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. മേക്കപ്പിൻ്റെ കാര്യം നമുക്ക് ഒന്നുകൂടി കേട്ട് നോക്കാം. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പാണ്. ഇവരുടെ പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഡീറ്റെയിലിംഗ് അതാണ് ഞാൻ പറഞ്ഞത്, സ്കിന്നിലുള്ള കാര്യമാണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സ്ക്രീനിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് കാണണം. ഞാനൊരു 4K സ്ക്രീനിൽ തിയേറ്ററിൽ കണ്ടത് വെച്ചിട്ടാണ് സ്കിന്നിലെ ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് സ്കിന്നിലെ ഡീറ്റെയിലിംഗ് എങ്ങനെയുണ്ട് എന്നുള്ളത്. ആൻഡ് മുടിയും വേഷമൊന്നും ഞാൻ എടുത്തു പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് പോസിറ്റീവായി തോന്നിയ ഘടകങ്ങളാണ്. ആൻഡ് ഈ സിനിമയുടെ പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ഇതൊരു ഗംഭീര സിനിമയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ കൊടുക്കുന്ന പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നത് ഇതൊരു ഗംഭീര സിനിമയാണ് എന്ന് ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും തിയേറ്ററിൽ ഇത് അനുഭവിക്കണം എന്ന് ഞാൻ പറയുന്ന, ഞാൻ അങ്ങനെയൊക്കെയാണ് ഈ സിനിമ ഗംഭീരമാണെന്ന് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു എബവ് ആവറേജ് ഫീലൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാം. അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഒക്കെ കുറച്ച് ക്ലോസ് വരുമ്പോൾ ഒക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട്സ് കൊടുക്കാം. ഒഫീഷ്യലി അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എങ്കിലും സ്ക്രീൻഷോട്ടുകൾ ഇതൊക്കെയാണ്. ഇനി നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് സിനിമയുടെ ലെങ്ത് തന്നെയാണ് തോന്നിയത്. ഈ നെഗറ്റീവ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരുപക്ഷെ സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. സിനിമ വല്ലാണ്ട് ലെങ്തി ആയി പോകുന്നത് പോലെ, ഭയങ്കര ലാഗ് അടിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും. എപ്പോഴും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് വരാൻ പോകുന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ആൻഡ് അത് വരുമെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ അതിലേക്ക് പോകുന്ന സമയത്ത് കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളെ എൻഗേജിങ് ആക്കി ഇരുത്തിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പോക്ക് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യും. അതായത് കുറച്ച് സീനുകൾ, അതായത് ഇത് നടക്കും എന്ന് നമുക്കറിയാമല്ലോ, പക്ഷേ ഇത് നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ ഇതിങ്ങനൊരു സംഭവം ഉണ്ടായി, നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നീണ്ട് ഇൻസിഡൻസ് ഒക്കെ കാണിക്കണം. പക്ഷേ അതിനൊരു നീട്ട കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വളഞ്ഞ് ചുറ്റി. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. എൻ്റെ റിവ്യൂ എടുത്തിട്ട് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് വേണമെങ്കിൽ ഒരു തോൽവിയല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഒരുപാട് ട്രോൾ വീഡിയോസിൽ ഞാൻ പറഞ്ഞ ചില എലമെൻറ്റുകൾ മാത്രം എടുത്തു വെച്ചുകൊണ്ട് മറ്റ് പോസിറ്റീവ് റിവ്യൂ, അതായത് ശരിക്കും പോസിറ്റീവായി പറഞ്ഞിട്ടുള്ള റിവ്യൂസ് എന്ന് പറയുന്ന കാര്യങ്ങളുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനിതിന് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കുറേ ട്രോൾ വീഡിയോസ് ഉണ്ട്. ഒരുപാട് ഫേസ്ബുക്ക് പേജുകളുണ്ട്, ഒരുപാട് പ്രൊഫൈലുകളുണ്ട്. അവരുടെയൊക്കെ ആവശ്യം എന്താണ് എന്നുള്ളത് അവരുടെ പ്രൊഫൈലുകളിൽ അതത് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരെന്താണോ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു പെർട്ടിക്കുലർ സിനിമ തിയേറ്ററിൽ റിലീസാവുന്നു, അതിനെല്ലാത്തിനും ആവറേജോ അതിൽ താഴെയുള്ള റിവ്യൂ ആണ് വരുന്നത്. അപ്പോൾ ആ സിനിമ ഏറ്റവും വലിയ സിനിമയാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കുറേ പ്രൊഫൈലുകൾ ഇവന്മാരെ ഒന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കി. പക്ഷേ ആ സമയത്ത് ഈ പെർട്ടിക്കുലർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നവർക്കെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നു, അവരുടെ പേജുകളും പ്രൊഫൈലുകളും ഒക്കെ ലോക്ക് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് പരിപാടികൾ നടന്നിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റീവ് ഒരു ഹെയ്റ്റ് ആ സംഭവത്തിന്, ആ പെർട്ടിക്കുലർ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വിഷയം കൊണ്ട് ഇതിനൊന്ന് മാറ്റണം. പ്ലസ് ഈ പെർട്ടിക്കുലർ സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇത് ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളവരുടെ എല്ലാം വിശ്വാസ്യതയെ തകർക്കണം. അങ്ങനെയാണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാനൊരു സിനിമ ആവറേജ് ആണെന്ന് പറഞ്ഞു, ആ സിനിമ ആവറേജ് അല്ല അതുക്കും മുകളിലുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം. അപ്പോൾ ഞാൻ കോൺസ്റ്റൻ്റ്ലി തെറ്റായിട്ട് പറയുന്ന, കോൺസ്റ്റൻ്റ്ലി കാശ് വാങ്ങിയ റിവ്യൂ പറയുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയത് ആ സമയത്ത് വർഷങ്ങൾക്ക് ശേഷം OTT റിലീസായി.
വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ മാത്രമല്ല തിയേറ്ററിൽ വിജയമാവുകയും OTT-ൽ വരുമ്പോൾ അയ്യേ ഇതെന്ത് എന്ന് പറയുന്ന ചോദ്യം നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങൾ രോമാഞ്ചം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. രോമാഞ്ചം തിയേറ്ററിൽ ഗംഭീര സിനിമയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു തിയേറ്ററിൽ എനിക്ക് ഏറ്റവും ഗംഭീര എക്സ്പീരിയൻസ് തന്ന സിനിമകളിലൊന്നാണ് രോമാഞ്ചം എന്ന് പറയുന്നത്. പക്ഷേ അത് OTT വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അതിനെതിരെ ഈ സിനിമയൊക്കെയാണോ ഇവരിങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ലെവലിനുള്ളിൽ നിന്നു. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. രോമാഞ്ചം തിയേറ്ററിൽ റിലീസാവുന്നു, ഹിറ്റാവുന്നു, OTT വരുന്നു, അയ്യേ ഇത് അതിന് മാത്രമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുന്നു. പക്ഷേ അന്നൊന്നും ഈ റിവ്യൂ പറഞ്ഞവർക്കെതിരെ അറ്റാക്ക് വന്നിട്ടില്ല. ആ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇനി രോമാഞ്ചത്തിൻ്റെ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് ഇനി നിൻ്റെ ഏതെങ്കിലും ഒരു പടത്തിന് പോകുക എന്ന് ആരും ചോദിച്ചിട്ടില്ല. രോമാഞ്ചം അന്ന് ഹിറ്റാണ്, വർഷങ്ങൾക്ക് ശേഷം അന്ന് ഹിറ്റാണ്. പക്ഷേ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അവിടെ സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ പ്രൊഫൈലുകളിലും പേജുകളിലും നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവരേത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് റിവ്യൂവേഴ്സിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമയുടെയും റിവ്യൂ മാറ്റി പറയില്ല. എന്നെ വിളിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കയറ്റിയിടാമോ എന്ന് ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. ആ ചോദിച്ച എല്ലാവരുടെയും അതത് മീഡിയ ഹൗസുകളുടെയും കോൾ റെക്കോർഡിങ്ങും വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊന്നും പബ്ലിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ ഒരു സേഫ്റ്റി പോയിന്റിന് വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. എല്ലാവരോടും വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യില്ല. നല്ല വൃത്തിയായി വെടിപ്പായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോക്ക് 5 ലക്ഷം വാങ്ങിച്ചു, ഞാൻ 3 ലക്ഷം വാങ്ങിച്ചു. അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 3 ലക്ഷം പോയിട്ട് 3 രൂപയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്നോ അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളിൽ നിന്നോ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആരിൽ നിന്നെങ്കിലും എനിക്കൊരു 3 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിലേക്ക് ആ സിനിമയെ ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ റിവ്യൂ പരിപാടി നിർത്താം. ചുമ്മാ പറയുന്നതല്ല, ഈ പരിപാടി ഞാൻ നിർത്താം. നമ്പർ 1, എനിക്കതിൻ്റെ ആവശ്യമില്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് ആ റിവ്യൂവിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ നല്ല റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. 5 പൈസ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇനി ബയസ്ഡ് ആയി പോയിട്ടുണ്ടോ എന്നുള്ളത്, എൻ്റെ കൂടെ 4-5 കൊല്ലം ജോലി ചെയ്ത ആളാണ് ജനിത് കാച്ചപ്പള്ളി എന്ന് പറയുന്ന ഫിലിം മേക്കർ. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പോലും ഞാനിട്ടിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന ഉണ്ണി ഈ ലെവലിലിരുന്ന് സംസാരിക്കുന്നതിന് വളരാൻ കാരണമായ ബേസ്മെൻറ്റ് ഒരുക്കിയിട്ടുള്ള ആളുകളുടെ സിനിമകളും റിലീസായിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം ബഹുമാനത്തോടു കൂടി അന്നും ഒരേ ബഹുമാനത്തോടു കൂടി നോക്കിയിരിക്കുന്ന ആളാണ് RJ ഷാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസായപ്പോഴും ഞാനൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞത് അരുൺ PR എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള റിവ്യൂ നോക്കാവുന്നതാണ്. നല്ലതാണ് എന്നെനിക്ക് തോന്നിയ കാര്യങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരു സെൻറ്റിമെൻസും ഇല്ല, യാതൊരു ചരിവുകളും സംഭവിക്കാറില്ല. ആൻഡ് അവരോട് പേഴ്സണലി പറയും, എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മളോടൊക്കെ വളരെ സ്നേഹത്തിൽ സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ചില സിനിമകളുടെ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ പിന്നീട് നമ്മളോട് വളരെ മാന്യമായി പെരുമാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞത് എന്താണ്, അതിൻ്റെ സെൻസ് എന്താണ്, അതിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതെനിക്കറിയാം. വളരെ കുറച്ച് ആളുകളുണ്ട് ഈ നെഗറ്റീവ് റിവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ ഉള്ളിൽ വെക്കുന്നു. എൻ്റെ സിനിമയെ നെഗറ്റീവ് പറഞ്ഞല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ. അത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ ആർട്ടിസ്റ്റുകളാണ്. ടെക്നീഷ്യൻസ് എല്ലാം നമ്മുടെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ ചെയ്യുന്ന വർക്ക് ആ സമയത്ത് അവർക്ക് പൊൻകുഞ്ഞായിരിക്കും. ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ദേഷ്യം വരും. പക്ഷേ പിന്നീട് അവർ തന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ ആ വർക്കിൽ ഇന്ന കാര്യങ്ങൾ അവർക്ക് പ്രശ്നമായി കണ്ടെത്താൻ പറ്റും. പിന്നീട് അവർ നല്ല സൗഹൃദത്തിൽ വരികയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ വിവരവും വെളിവുള്ള സിനിമക്കാരൻ്റെ സിനിമ മോശമായിട്ട് ഫീൽ ചെയ്താൽ ഞാനതിനത് മോശമല്ല എന്ന് പറയണം. എനിക്കെന്തിനാണ് ബയസ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ പറയേണ്ട ആവശ്യം വരുന്നത്? പണമോ സ്നേഹബന്ധമോ സൗഹൃദമോ ഒന്നും റിവ്യൂ എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോനെ സ്വാധീനിക്കില്ല. ഇനി ഏവനെങ്കിലും അത് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ തെളിയിക്കും ബ്രോ. പിന്നെ ഇത്തരം ആരോപണങ്ങൾ വരുന്ന പ്രൊഫൈലുകളിൽ ഏറെയും ഇതിനെ ഒരു എന്താ പറയുക സിമ്പിൾ കാര്യമായിട്ട് ആ സിനിമേനെ മേക്കപ്പ് ഒക്കെ സൂപ്പർ എന്ന് പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്ന് പറയുന്ന ഒരു സിമ്പിൾ ലോജിക്കിൽ നിൽക്കുന്ന ആളുകളെ പോലും വളരെ വലിയ വിദ്വേഷികളാക്കി മാറ്റിയ ചില പ്രൊഫൈലുകളുണ്ട്. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും പോലും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഫേക്കുകൾ. അത്തരം ഫേക്കുകളോട് മല്ലിടിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ദിവസം പറയാറുണ്ട്. പക്ഷേ ഇപ്പം ഈ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പം ഇതിലേക്ക് ലാൻഡ് ആയതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നല്ല സ്ക്രീനിൽ നല്ല ക്വാളിറ്റി പ്രിൻ്റ് നിങ്ങൾ വലുതായിട്ട് സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ മുഖത്തെ മേക്കപ്പിൻ്റെ ഡീറ്റെയിലിംഗ് കാണാൻ പറ്റും. ഇനി ഞാൻ வேறொராளுடைய ரிவ்யூ லிங்க் காமிச்சு தரேன். பிரணவ் மோகன்லாலும் தியான் ஸ்ரீனிவாசும் அவங்களுடைய அந்த கெட்டப் மெயினாக சொல்லணும். சின்ன வயசுலேருந்து அவங்கள ஒரு 60 வயசு வரைக்கும் காட்டுறாங்க. அந்த மேக்கப்பும் அந்த பாடி லாங்குவேஜும் அவங்க நடித்த விதமும் எங்கேயோ இருந்தது. ഞാൻ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള എലമെൻറ്റ് പറഞ്ഞിട്ട് തെറിവിളി വരുമ്പം ഇത് ഫുൾ കംപ്ലീറ്റ് ഇത് കുറേ PR വർക്കും
പെയ്ഡ് പ്രൊഫൈലുകളും പരിപാടികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അറ്റാക്ക് ഒരുപാട് വരുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെയൊക്കെ റിവ്യൂ എടുത്ത് നോക്കും. കാര്യം പുള്ളി വളരെ ക്രിട്ടിക്കലായി സിനിമയെ നോക്കി കാണുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഇതിലെ മേക്കപ്പിനെ കുറിച്ചാണ് നല്ലത് പറഞ്ഞത്, ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹം നല്ലതാണ് പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഈ പറയുന്ന ലാഗും ബോറടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാര്യം നമ്മളൊരു സ്ക്രീനിൽ വേറെ പുറത്തുനിന്നുള്ള ഒരു എലമെൻറ്റും ഇല്ലാതെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആൻഡ് നിവിൻ പോളി വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് സീൻ മാറും. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. കാരണം സൈക്കോളജിക്കലി നമ്മുടെ മൈൻഡ് ഇങ്ങനെ വളരെ ബോറായിട്ടുള്ള അല്ലെങ്കിൽ ബോറെന്ന് നമുക്ക് തോന്നിയ ചില കാര്യങ്ങളിലൂടെ കടന്നു പോയ ശേഷം എന്ന് പറഞ്ഞിട്ട് അവിടെ നിവിൻ പോളിയുടെ ക്യാരക്ടർ വരികയാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ കണ്ടത് വിട്ടുപോകും. ഓസ്ലർ എന്ന് പറയുന്ന സിനിമയ്ക്കും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. സിനിമയിൽ മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് വരുന്നത് വരെ എന്നെ സംബന്ധിച്ച് ആ സിനിമ ബിലോ ആവറേജ് ആയിരുന്നു. മമ്മൂക്ക ആ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയേനെ. അത്രയും ഇല്ലോജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്കയുടെ ഇൻട്രോ, അവിടെ ജയറാമേട്ടനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത രീതി, അദ്ദേഹത്തിന് കൊടുത്തൊരു പുഷ്, ആ ഓഡിയൻസിനിടയിൽ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നതാണ്, അത് തിയേറ്ററിൽ ഫീൽ ചെയ്യുന്നതാണ്. എന്നാൽ അതേസമയം അത് OTTയിൽ കാണുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള സീക്വൻസ് കാണുമ്പോൾ അയ്യേ ഇവന്മാരെന്തീ കാണിച്ചു വെച്ചത്, അപ്പോൾ ഒരു ചായ വരുന്നു, ഞാൻ ചായ കുടിക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, എന്താണ് ഇത് തീരണമല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്തേക്കാം. കാരണം OTTയിൽ നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. തിയേറ്ററിൽ ഈ പറഞ്ഞ പരിപാടി ഒന്നുമില്ല. രോമാഞ്ചം കാണുന്ന സമയത്തും അത് തന്നെയാണ്. മാത്രമല്ല ക്രൗഡിൻ്റെ ഇൻട്രാക്ഷൻ വളരെ വലിയൊരു ഇമ്പാക്റ്റാണ്. അനങ്ങാതിരുന്ന് കാണുന്ന ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് ഒരു മാസ് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങളിൽ എത്ര പേര് ബാലകൃഷ്ണയുടെ സിനിമകൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ OTTയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയൽ മാത്രമാണ്. പക്ഷേ തിയേറ്ററിൽ പോയി ഇരുന്നിട്ടുണ്ടല്ലോ, ഈ ബാലകൃഷ്ണ ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അടിമുടി രോമാഞ്ചം വരും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, അടിമുടി രോമാഞ്ചത്തിൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ പറ്റും. അതാണ് തിയേറ്റർ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആ ഇമ്പാക്റ്റിൽ നിന്നുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതേ സിനിമ OTTയിൽ വരുമ്പോൾ ഒരുപക്ഷെ റിവ്യൂ ഇങ്ങനെ ആയിന്ന് വരില്ല. അതേപോലെ OTTയിൽ ഗംഭീരം എന്ന് പറഞ്ഞൊരു സിനിമ ഒരുപക്ഷെ തിയേറ്ററിൽ ഒരു ഗംഭീര അനുഭവം ആവണമെന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ച് ഞാൻ അൾട്ടിമേറ്റ്ലി പറഞ്ഞ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, സിനിമ എൻജോയ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ എനിക്കൊരു നീള കൂടുതൽ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്തു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഓക്കേഷ്, ഫീൽ ഗുഡ്, ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സ്റ്റഫൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ആൻഡ് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് നിവിൻ. ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അതാണ്, ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ എലമെൻറ്റുകളൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഫീൽ ഗുഡ് പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടലുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. തിയേറ്ററിലിരിക്കുന്ന ഒരു പ്രേക്ഷകന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് മാറി മറിഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ പുള്ളി മാനേജ് ചെയ്തിട്ടുള്ള ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സാധനം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ സിനിമയ്ക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ എന്ന് പറയുന്നൊരു റിവ്യൂ കൊടുത്തിട്ടില്ല. മാത്രമല്ല ആ സാധനം എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ടിപ്പിക്കൽ ഫീൽ ഗുഡ് വിനീത് ശ്രീനിവാസൻ എലമെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി അത്രയധികം ആളുകൾ തിയേറ്ററിൽ വന്നുകൊണ്ടാണ് അതൊരു ഹിറ്റായത്. തിയേറ്ററിൽ വന്നിട്ടുള്ള അത്രയും ആ സിനിമ വിജയിക്കാൻ കാരണമായിട്ടുള്ള ആളുകളെ ഒന്നും കുറ്റം പറയാതെ ആ സിനിമയെക്കുറിച്ച് ഫേസ്ബുക്കിലും മറ്റും നല്ല അഭിപ്രായങ്ങൾ ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇടുന്നതും കൂടി കണ്ടിട്ടാണ് ആളുകൾ സിനിമയ്ക്ക് പോകുന്നത്. അതിനൊന്നും കുറ്റം പറയാതെ ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ നല്ല എലമെൻറ്റുകളെ പെറുക്കി പറഞ്ഞ വീഡിയോയിൽ ഒരു എലമെൻറ്റിനെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സിനിമ അത് ആവറേജ് ആണ് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല, ഇതൊരു വലിയ സിനിമയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ആ പ്രൊഫൈലുകൾ കയറി നോക്കുമ്പോൾ അവർക്ക് ആ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഹെയ്റ്റ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന ദിവസങ്ങളിൽ വേറെ ഒരു സിനിമ ഇറങ്ങിയതിനെക്കുറിച്ചും അറിയില്ല. പിന്നെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും തെറി വിളിക്കാൻ മാത്രമേ അവന്മാർക്ക് അറിയുള്ളൂ. മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, പിന്നെ ഞാൻ കട്ട് ചെയ്തോളാം, ഞാൻ ഇതിൻ്റെ കൂടെ പ്ലേസ് ചെയ്യാണ്. മാസ് കാണിക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്? മിനിമം ഒരു 19 കോടിയെങ്കിലും ചിലവാകും. പിന്നെ ഒരു സൂപ്പർ സ്റ്റാറെങ്കിലും നമുക്ക് വേണം. ആ സ്റ്റാറിനെ കുറിച്ച് തള്ളാൻ വേണ്ടി മിനി സ്റ്റാർസ് നമുക്ക് കുറച്ച് വേണ്ടി വരും. പിന്നെ തല്ലിപ്പൊളിക്കാൻ ഒരു 4-5 പെട്ടിക്കടയെങ്കിലും മിനിമം വേണം. പൊളിച്ചടുക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 2 സുമോ എങ്കിലും വേണം. പിന്നെ ഇടി കൊണ്ട് പറക്കാൻ ഒരു 128 ഗുണ്ടകൾ വേണ്ടി വരും. പിന്നെ വാള്, കത്തി, തോക്ക്, ബോംബ്, അങ്ങനെ മാസിൻ്റെ ലെവൽ അനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ കയറിപ്പോവും. ഇനി ഇങ്ങനെയൊക്കെ നമ്മളൊരു മാസിനെ ഇറക്കിക്കഴിഞ്ഞാൽ റിലീസിന് ശേഷം മാസേ എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്ന, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പച്ചത്തെറി മാത്രം പറയുന്ന, വാ തുറന്ന സ്വന്തം തള്ള പോലും തള്ളി പറയുന്ന, തന്തയെ പറയിപ്പിക്കുന്ന കുറച്ച് ഫാൻസ് വേണം. പിന്നെ ഇത് മാത്രം പോരാ, ആരെങ്കിലും നമുക്കിഷ്ടപ്പെടാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവരെ കംപ്ലീറ്റ് തെറി വിളിക്കണം, ഭീഷണിപ്പെടുത്തണം. പിന്നെ ഇപ്പോൾ പുതിയ സോഷ്യൽ മീഡിയ യുഗമൊക്കെ ആണല്ലോ, അതുകൊണ്ട് പ്രൊഫൈൽ പൂട്ടിക്കുക, ബാൻ ചെയ്യിക്കുക, കോപ്പിറൈറ്റ് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ വേണം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ പണി അറിയാവുന്ന ഒരു സംവിധായകന്, തൻ്റെ സിനിമയെക്കുറിച്ചും പ്രേക്ഷകരെക്കുറിച്ചും ധാരണയുള്ള, അവർ ചിലവാക്കുന്ന പണമാണെങ്കിലും സമയമാണെങ്കിലും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനത്തെ വർത്താനം പറയുന്നവന്മാരോട്
സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഒരുപാട് പേരെ ഞാൻ ചാനലിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തെറി വിളിക്കുന്ന ഒരുപാട് പാഴ് ജന്മങ്ങളുണ്ട്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിലെ എല്ലാ ഫ്രസ്ട്രേഷനും പെറുക്കിയെടുത്ത് വെച്ച് ഒരാളെ തെറി വിളിച്ച് ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്നത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. കാര്യകാരണങ്ങളൊന്നും അവർക്ക് അവിടെ സംസാരിക്കാനില്ല. പിന്നെ ഈ ഒരു റിവ്യൂ വീഡിയോ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ നെഗറ്റീവ്സ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്തൊക്കെയാണ്, അത് ആ റിവ്യൂ വീഡിയോയിലുണ്ടാവും. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്താണ്, അതും ആ വീഡിയോയിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുവരെയും പോസിറ്റീവ് നെഗറ്റീവ് എന്നെടുത്ത് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വലിഞ്ഞ് നീളം തോന്നുന്ന ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ തോന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ പോകണ്ട. അതേസമയം നിവിൻ പോളി ആറാടുന്ന 15 മിനിറ്റ് ഗംഭീരമാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. ആ എലമെൻറ്റ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയാൽ മതിയെങ്കിൽ ബാക്കി നെഗറ്റീവ്സ് നിങ്ങൾക്ക് വിഷയമല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അതിനുവേണ്ടിയാണ് പോസിറ്റീവ്സും നെഗറ്റീവ്സും എടുത്തെടുത്ത് മാറ്റി മാറ്റി പറയുന്നത്. ഇനിയും സിനിമകൾ OTT വരും. ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂ എടുത്ത് വെച്ച് റിവ്യൂ ചെയ്യുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് എന്നെ അനാവശ്യമായ ആരോപണങ്ങളിലേക്ക് വലിച്ചയച്ച ആളുകളെല്ലാവരും ആഘോഷിക്കാൻ ശ്രമിക്കുന്ന സിനിമ OTT വരും. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എനിക്ക് തോന്നുന്നു ഒരു സിനിമ OTT റിലീസായി കഴിയുമ്പോൾ നമ്മൾ രണ്ടാമതൊരു റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. കാരണം OTT ഇത് കാണണോ വേണ്ടയോ എന്നുള്ളത്. ലാപ്പത്ത ലേഡീസ് എന്ന് പറയുന്ന സിനിമ ഗംഭീര സിനിമയാണെന്നാണ് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അത് കണ്ടിട്ട് എത്ര പേര് തിയേറ്ററിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ വീഡിയോ തന്നെ അധികാരം കണ്ടിട്ടില്ല. അത് കഴിഞ്ഞത് OTT വന്ന സമയത്ത് സെലിബ്രേഷൻ ആയിരുന്നു. ആനിമലിനേക്കാൾ കൂടുതൽ സ്ട്രീം ചെയ്യപ്പെട്ടൊരു സിനിമയായിട്ട് അത് മാറുകയാണ്. അതൊരു OTT ഓഡിയൻസിലേക്ക് വരുമ്പോൾ ഭയങ്കര സിനിമയായിട്ട് അവർക്ക് അത് അനുഭവപ്പെട്ടു. ഇവരൊന്നും തിയേറ്ററിൽ പോയിട്ടില്ല, ഈ വൃത്തികെട്ടന്മാർക്കൊക്കെ സിനിമയ്ക്ക് പോയിക്കൂടായിരുന്നോ എന്നെനിക്ക് ചോദിക്കാൻ പാടുണ്ടോ? അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് തിയേറ്ററിൽ ആഘോഷിക്കാൻ പോകുന്നൊരു ക്രൗഡിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊന്നും കൊടുക്കാൻ സാധിക്കാത്തൊരു സിനിമയായിരുന്നിരിക്കാം. അതുകൊണ്ട് അത് തിയേറ്ററിൽ വലിയ വിജയമായില്ല. അതേസമയം OTT വരുമ്പോൾ വിജയമാവുന്നു. രോമാഞ്ചം, വീണ്ടും ഞാൻ പറയുന്നു, അത് തിയേറ്ററിൽ അമ്മാതിരി സാധനമായിരുന്നേ. പിന്നെ ചില സിനിമകൾക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ റിലീസായി എന്നുള്ളതാണ്. കാരണം ആളുകൾ തിയേറ്ററിലേക്ക് കയറാൻ തുടങ്ങി, ആളുകൾ തിയേറ്ററിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, തിയേറ്ററിൽ പോയിരുന്ന സിനിമകൾ കാണാൻ തുടങ്ങി. ഈ വർഷം തുടക്കം മുതൽ ഹിറ്റ് സിനിമകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഹിറ്റ് സിനിമകളുടെ കൂട്ടത്തിൽ, ആ പേരുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ, ഈ പ്രൊമോഷൻ ടീമുകളുടെയൊക്കെ പോസ്റ്ററുകൾ നോക്കിയാൽ പോലും നിങ്ങൾക്കത് കാണാൻ പറ്റും. മലയാള സിനിമയുടെ സുവർണ്ണകാലത്തിൽ ഈ സിനിമ, അതിങ്ങനെ ഇടയിൽ കൂടി കയറ്റി വിടുകയാണ്. അങ്ങനെ പോയി വിജയമായിട്ടുള്ള സിനിമകളും ഉണ്ട്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന സമയത്ത് എനിക്ക് വർക്കായ ഒരുപാട് എലമെൻറ്റുകളുണ്ട്. പ്രത്യേകിച്ച് ആ സിനിമയുടെ ക്ലൈമാക്സിൽ അവർ തങ്കം തിയേറ്ററിലേക്ക് കയറി പോകുമ്പോൾ ഹിസ്റ്ററിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഇങ്ങനത്തെ ഹിസ്റ്ററീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇതുപോലെ പല ആളുകളുടെയും ജീവിത കഥകളൊക്കെ കേട്ട് രോമാഞ്ചം അനുഭവിച്ചിട്ടുള്ള, അത് ഒരു സ്റ്റോറി ആയിട്ട് റേഡിയോയിൽ പ്രസൻറ്റ് ചെയ്ത് കുറച്ച് പേർക്കെങ്കിലും കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കിതൊക്കെ കണക്റ്റ് ആവും. ആൻഡ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂ ഒരു എഡിറ്റും ഇല്ലാതെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ധ്യാൻ ശ്രീനിവാസൻ വരെ പറഞ്ഞു ആ സിനിമ അങ്ങനെയാണെന്ന്. ധ്യാൻ ശ്രീനിവാസൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞ വീഡിയോ പ്ലേ ചെയ്ത് കേട്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം റിവ്യൂ ഒന്നുകൂടി കണ്ടു നോക്കാം. ആൻഡ് ഇത്രയും ഞാൻ പറഞ്ഞു കേട്ടിട്ടും ഉണ്ണിയുടെ റിവ്യൂ ഉണ്ണി കാശ് വാങ്ങിച്ചിട്ട് ചെയ്താണ്, പെയ്ഡ് റിവ്യൂ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ പ്രസ് ചെയ്താൽ സബ്സ്ക്രൈബ് ആവും, വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് ആവും. നമ്മൾ ഇന്ന് വരെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കിത് വാല്യൂ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പരിഗണിക്കും. വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസായ സമയത്ത് ഈ സിനിമയുടെ റിവ്യൂ കണ്ട് തിയേറ്ററിൽ പോയ ബഹുഭൂരിപക്ഷം ആളുകളും തിയേറ്ററിൽ കണ്ടിട്ട് ഈ OTT വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള അതേ അറ്റാക്ക് രൂപമുള്ള കമൻറ്റുകളൊന്നും ആ സമയത്ത് സംഭവിച്ചിട്ടില്ല. സോ അത്രയാണ് മേക്കപ്പ് വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.